ദേഹം ദേവാലയം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സിസ്റ്റർ നിർലീന CSE ജൂബിലി ആയുർവേദ മിഷൻ ഹോസ്പിറ്റൽ തൃശ്ശൂർ ഇപ്പോൾ ഞാൻ സേവനം അനുഷ്ഠിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം വേരിക്കോസ് വെയിൻ എന്ന അസുഖത്തെക്കുറിച്ചാണ്. വേരിക്കോസ് വെയിനെ ആയുർവേദത്തിൽ സിരാഗ്രന്ഥി എന്ന പേരിലാണ് ആ അസുഖം അറിയപ്പെടുന്നത്. നമ്മുടെ കേരള ഭാഷയിൽ നമ്മൾ പറയുന്ന ഒരു ഞരമ്പിൻ്റെ അസുഖം എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞരമ്പ് എന്ന വാക്കിനെ ശരിക്കും പറയുകയാണെങ്കിൽ അതിൽ ആർട്ടറി വരും, വെയിൻസ് വരും, നെർവുകൾ വരും. നമ്മുടെ മലയാള ഭാഷയിൽ പറയും സിര, ധമനി, പിന്നെ നാഡി. ഈ മൂന്ന് കാര്യങ്ങളെയും നമ്മൾ ക്ലബ് ചെയ്തിട്ടാണ് ഞരമ്പ് എന്ന് പറയുന്ന ഈ അസുഖത്തിനെ കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ളത്. വേരിക്കോസ് വെയിൻ എന്ന അസുഖം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് നമ്മുടെ കാലുകളിലും കാൽപാദങ്ങളിലുമാണ്. സാധാരണയായി വേരിക്കോസ് വെയിൻ എന്ന ഒരു അസുഖം അത് അത്ര തന്നെ കോംപ്ലിക്കേഷൻ ഇല്ലാതെ എല്ലാവരും അവഗണിച്ചു കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. വളരെ പ്രത്യേകമായി ചിലപ്പോൾ കാലുകളിലേക്ക് കഴപ്പ്, വേദന, നീര് അങ്ങനത്തെ സിംറ്റംസ് വരുമ്പോഴാണ് ഇതൊരു അസുഖമായിട്ട് അല്ലെങ്കിൽ ഇത് നമ്മളെ ഉപദ്രവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളായിട്ട് നമുക്ക് വന്നു തുടങ്ങുന്നത്. അപ്പോഴാണ് ഈ അസുഖത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതും ഇത് ട്രീറ്റ് ചെയ്യണോ, ഇതെങ്ങനെ ഇതിനെ പരിഹരിക്കണം, അല്ലെങ്കിൽ ഇതൊരു കാലിലെ കളർ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. അപ്പോഴാണ് ഇതൊരു അസുഖമായിട്ട് ഓരോരുത്തരും ചിന്തിക്കുന്നതും ഇതിനെക്കുറിച്ച് ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കുന്നതും. അപ്പോഴാണ് നമ്മളുടെ അടുത്തേക്ക് പേഷ്യൻസ് ഒക്കെ വരുന്നത്, ഇങ്ങനെ കാലിലൊരു കളർ ചേഞ്ചസ് വരുന്നു, ഇതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. ചില പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്നത് കാലിൽ അൾസർ ഫോം ചെയ്തിട്ടാണ്. അതായത് ഈ വേരിക്കോസ് വെയിൻ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഇതെങ്ങനെ വരുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അതായത് ദീർഘമായി നിൽക്കുകയും അല്ലെങ്കിൽ ദീർഘമായി ഇരുന്ന് ജോലി ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളിലേക്ക് ഈ അസുഖം പെട്ടെന്ന് കടന്നു വരുന്നുണ്ട്. അത് ഉണ്ടാകാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഈ വെയിൻ എന്ന് പറയുന്നത്, അതായത് സിര എന്ന് പറയുന്നത് അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ്. ഈ അശുദ്ധരക്തം വഹിച്ച് ഇത് ഹൃദയത്തിലേക്ക് പോകണം. അവിടെ നിന്ന് അത് ശുദ്ധീകരിച്ച് വീണ്ടും ധമനിയിലൂടെ അത് ശരീരഭാഗങ്ങളിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കണം. ഇതിങ്ങനെ ഒരു പ്രക്രിയ നിരന്തരമായിട്ട് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ നമ്മുടെ ശരീരത്തിൽ കാലുകളിലെ ഭൂഗുരുത്വാകർഷണം വഴിയായിട്ട് ഈ കാലുകളിൽ നിന്ന് രക്തം മുകളിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അത് വരുന്നത്. നമ്മൾ ദീർഘമായി നിൽക്കുകയും അല്ലെങ്കിൽ ദീർഘമായി ഇരിക്കുകയും ചെയ്യുമ്പോൾ ഇത് നമ്മളിൽ ഒരുപാട് വ്യതിയാനങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ രക്തത്തിൻ്റെ സുഗമമായ ആ ഒരു പ്രവാഹം ദീർഘനേരം ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ദീർഘനേരം നിൽക്കുമ്പോഴും നമുക്ക് അത് തടസ്സപ്പെടുന്നു. അതുവഴിയായിട്ട് ഈ രക്തക്കുഴലുകളിലുള്ള വാൽവുകൾക്ക് വീക്കം സംഭവിക്കുകയും വളരെ സുഗമമായിട്ടുള്ള ആ രക്തത്തിൻ്റെ പ്രവാഹത്തിൽ കുറച്ച് തടസ്സങ്ങൾ വരികയും ഈ സിരകളെല്ലാം ഒന്ന് ചുരുണ്ടുകൂടി ആ രക്തത്തിൻ്റെ പ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ കാലുകളിൽ കാണുന്ന ഈ ഒരു ബ്ലൂ കളറിൽ അല്ലെങ്കിൽ ഒരു പച്ച കളറിലൊക്കെ കാലുകളിൽ വ്യത്യാസം വരാൻ തുടങ്ങും. അത് ക്രമേണ തടിച്ച് കുറച്ചുകൂടി വീങ്ങാൻ തുടങ്ങും. അതിനുശേഷമാണ് നമുക്ക് കാലിലേക്ക് വീക്കം സംഭവിക്കുന്നതും കാൽപാദങ്ങളിലെ കളർ വ്യത്യാസങ്ങൾ വരുന്നതും പിന്നെ അത് ഒത്തിരിയധികം നീര് വന്ന് നമുക്ക് അനുദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങുന്നതും അപ്പോഴാണ് നമ്മളതൊരു അസുഖമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതെല്ലാം. ഇതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാനായി പലവിധ മാർഗങ്ങളുണ്ട്. വേരിക്കോസ് വെയിൻ്റെ ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് നടക്കുക എന്നുള്ളതാണ്. കാരണം അതിൻ്റെ പ്രൈം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചികിത്സ വരുന്നത് നടക്കുന്നതിലൂടെയാണ് നമുക്ക് ആ ഒരു ഫുൾ ഇഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് റൺ ചെയ്യാം, ഓടുന്നതും ഇതിന് നല്ലൊരു വ്യായാമമാണ്. മറ്റു ചിലർ സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ മസാജ് ചെയ്യാമെന്ന് പറയുന്നു. മസാജ് എന്ന് പറയുന്നത് ഒരു താൽക്കാലിക ശമനം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഈ മസാജിൽ വരുന്നത് അതൊരു റിവേഴ്സ് മസാജാണ്. റിവേഴ്സ് മസാജ് എന്ന് വെച്ചാൽ കാലിൻ്റെ നമ്മൾ താഴേക്കാണ് മസാജ് ചെയ്യുന്നത്. ഇത് പ്രതിലോമമായിട്ട് നമ്മൾ മസാജ് ചെയ്യണം. അതായത് കാലിൻ്റെ താഴെ നിന്നും മുകൾ ഭാഗത്തേക്ക് മസാജ് ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ ഇഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മസാജ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒത്തിരിയേറെ പ്രഷർ കൊടുക്കരുത്. ഞങ്ങളുടെ ആയുർവേദ ഭാഷയിൽ പറയും സംവാഹനം അല്ലെങ്കിൽ മൃദു അഭ്യംഗം എന്ന് പറയും. അങ്ങനെയുള്ള ഒരു മൃദുവായ സ്പർശനം മാത്രമേ നമ്മൾ ഇതിൽ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് ആ വെയിൻസിനെ ക്ഷതമേൽപ്പിക്കുകയും തുടർന്ന് അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് വഴിതെളിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം മസാജിൽ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഫൂട്ട് നമുക്ക് കാല് പൊക്കി കിടക്കാനായിട്ട് നമ്മളോട് പറയും. കാല് പൊക്കി വെച്ച് കിടക്കുമ്പോഴാണ് കുറച്ചുകൂടി ബ്ലഡ് ഫ്ലോ ഗുരുത്വാകർഷണ ബലത്തിന് ഓപ്പോസിറ്റായിട്ട് മുകളിലേക്ക് പോകുന്നത്. റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് നമുക്ക് ആവശ്യമുണ്ട്.
നമ്മളുടെ കാൽപാദങ്ങളിലെ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ ഇങ്ങനെ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ടോസിൽ നിൽക്കുക, ഉപ്പുറ്റിയിൽ നിൽക്കുക. അപ്പോൾ നമ്മളുടെ കാലിൻ്റെ മസിൽസ് കൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യും. നമ്മളുടെ കാഫ് മസിൽ, അതായത് നമ്മുടെ കാൽവണ്ണ എന്ന് പറയുന്ന നമ്മുടെ കാഫ് മസിൽസിനെ ഞങ്ങളുടെ മെഡിക്കൽ ടേമിൽ പറയാം പെരിഫറൽ ഹാർട്ട് എന്ന് പറയാം. അതെന്ന് വെച്ചാൽ ഈ കാൽവണ്ണയിലെ മസിൽസാണ് ഇത് കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും സഹായിക്കുന്നത്. അതുവഴിയായിട്ട് ഈ രക്തപ്രവാഹം വളരെ സുഗമമായിട്ട് മുകളിലേക്ക് പോകും. അതുകൊണ്ടാണ് നടക്കുക എന്ന് പറയുന്നതും ഓടുക അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എക്സസൈസ് എല്ലാം ഈ രക്തപ്രവാഹത്തിനെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് ചികിത്സ. പിന്നെ മെഡിസിൻ നമുക്ക് കഴിക്കാവുന്നത്, നമുക്ക് ആഹാരം നമ്മൾ കഴിക്കുന്ന ആഹാരം ഔഷധമായിട്ട് നമുക്ക് സ്വീകരിക്കാം. വേരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടുകളെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ എങ്ങനെ അതിനൊരു പ്രതിവിധി നേടാം, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ ഏറ്റവും നല്ല എക്സസൈസ് വാക്കിംഗ്, നടക്കുക എന്ന ആ പ്രവൃത്തിയിലൂടെ തന്നെ നമ്മുടെ ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണത്തിന് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഈ രക്തം പ്രവഹിക്കണമെങ്കിൽ ആ നടക്കുക എന്നത് കർമ്മം വളരെ ഉപകാരപ്രദമാണ്. അതിൽ സമയം ഓടാം, നമ്മൾ പറയുന്ന ജോഗിങ്, ഇതെല്ലാം ഇതിന് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു നല്ല ട്രീറ്റ്മെൻറ്റാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം ഔഷധമായിട്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, അതും കൂടെ നമുക്കിതിൽ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ മുട്ട, വൈറ്റമിൻ D3 നമുക്ക് ഈ ഇതിൻ്റെ ബ്ലഡ് സർക്കുലേഷന് വളരെ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഒപ്പം ഇപ്പോൾ നമ്മുടെ ക്യാബേജ്, ബ്രോക്കോളി, പിന്നെ നമ്മുടെ ചീര, അങ്ങനത്തെ ഫ്രഷ് വെജിറ്റബിൾസും ഇതിൽ വൈറ്റമിൻ E നമുക്ക് ലഭിക്കാൻ നല്ലതാണ്. വൈറ്റമിൻ C അടങ്ങിയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സ്, അതായത് ഓറഞ്ച്, പിന്നെ അതുപോലെ തന്നെ ചെറുനാരങ്ങ, ഇങ്ങനെയുള്ള പുളിയുള്ള ആഹാര പദാർത്ഥങ്ങളും വൈറ്റമിൻ C റിച്ച് ആയതെല്ലാം നമ്മുടെ ശരീരത്തിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയും, അതായത് ആ നീര് വലിയുന്നതിനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് ഈ സിട്രസ് ഫ്രൂട്ട്സ്. അതുപോലെ വൈറ്റമിൻ D3, വൈറ്റമിൻ E, ഇതെല്ലാം ഈ വെരിക്കോസ് വെയിൻ്റെ ഈ ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാനായിട്ട് നമുക്ക് സഹായിക്കും. കാരണം ഈ വെരിക്കോസ് വെയിൻ്റെ കൂടുതൽ ബുദ്ധിമുട്ട് വരുമ്പോൾ രാത്രിയിൽ മിക്ക രോഗികൾക്കും വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് മസിൽ ക്രാംസ്. നമ്മൾ പറയും മസിൽ കയറുക എന്ന് പറയും. ഇത് നമുക്ക് വളരെയധികം ശല്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വൈറ്റമിൻ E നമ്മൾ പ്രദാനം ചെയ്യുമ്പോൾ ഈ മസിൽ ക്രാംസ് വളരെയധികം ശമിക്കുകയും ഒപ്പം ഈ കാലിലെ നീര് കുറയാൻ തുടങ്ങും. കാരണം കാൽവണ്ണയിലും കാലിൻ്റെ ആങ്കിൾ ജോയിൻറ്റിലും കാലിൻ്റെ പാദത്തിലൊക്കെ ഒരുപാട് നീര് വരും ഇതോട് ബന്ധപ്പെട്ടിട്ടൊക്കെ. ഇത് പരിഹരിക്കാനായിട്ട് ആഹാരത്തിലൂടെ നമുക്ക് ഔഷധമായിട്ട് നൽകാൻ സാധിക്കും. ഒപ്പം ആയുർവേദം സജസ്റ്റ് ചെയ്യുന്ന അശ്വഗന്ധ, അതായത് നമ്മൾ മലയാളത്തിൽ പറയും അമുക്കുരം, അതുപോലെ തന്നെ ഗുഗുലു പ്രിപ്പറേഷൻസ്, ഗുഗുലു എല്ലാം നീര് കളയാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ സാരിവാദി ആസവം, പിന്നെ ത്രിഫല, ഗുഗുലു, ഇവയെല്ലാം നീര് ഏറ്റവും കൂടുതലായിട്ട് സഹായിക്കുന്നത് നീര് കുറയുന്നതിനും ഈ രക്തത്തിൻ്റെ ഫ്ലോ വളരെ സുഗമമായിട്ട് പ്രവർത്തിക്കാനും സഹായിക്കുന്ന ആയുർവേദത്തിലെ മരുന്നുകളാണ്. ഒപ്പം പിണ്ടതൈലം എന്ന് പറയുന്ന ഓയിൽ, തൈലം ഈ കാലിൽ ഈ റിവേഴ്സ് മസാജ് ചെയ്യാൻ, അതായത് പ്രതിലോമമായിട്ട് മസാജ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഓയിലാണ്. അത് കാലിൻ്റെ ചുട്ടുനീറ്റം കുറയ്ക്കും, ഒപ്പം രക്തത്തിൻ്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കും, അതിൻ്റെ വേദന കുറയ്ക്കും. അങ്ങനെ ബുദ്ധിമുട്ടുകളെ മാറ്റാനായിട്ട് ആയുർവേദത്തിൽ ഈ തൈലവും അതുപോലെ തന്നെ സഹചരാരി തൈലവും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെഡിസിൻസാണ്. ഇതുപോലെ നമുക്കൊരു കുറച്ച് കാര്യങ്ങൾ എങ്ങനെ നമുക്ക് വേരിക്കോസ് വെയിൻ വരാതെ ശ്രദ്ധിക്കാം എന്നുള്ളതുകൂടെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അതായത് നമുക്ക് തുടർച്ചയായിട്ടൊരു നല്ലൊരു എക്സസൈസ് നമുക്ക് ആവശ്യമാണ്. അതിൽ നടക്കുന്നതും ഓടുന്നതും പിന്നെ ദീർഘനേരം ഇരിക്കുന്നത് നമുക്ക് ഒഴിവാക്കണം, ദീർഘനേരം നിൽക്കുന്നത് നമുക്ക് ഒഴിവാക്കണം. ഇപ്പോൾ എന്നെ അപ്രോച്ച് ചെയ്യുന്ന ഒരുപാട് പേഷ്യൻസിൽ ഒരു കാറ്റഗറി ടീച്ചേഴ്സാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ നിന്ന് ക്ലാസ് എടുക്കില്ല. ടീച്ചേഴ്സ് എപ്പോഴും കുട്ടികളുടെ ഇടയിലൂടെ അങ്ങനെ മൂവ് ചെയ്ത് നടന്നിട്ടാണ് ക്ലാസ്സിൽ തരുന്നത്. ഇപ്പോൾ നമുക്ക് സ്ട്രെങ്ത് കൂടി, അപ്പോൾ നമ്മൾ പോഡിയം ഇട്ട് അതിൻ്റെ മുകളിൽ മൈക്ക് വെച്ച് നിന്ന് ക്ലാസ് എടുക്കുന്ന ഒരു രീതിയിലേക്ക് ടീച്ചേഴ്സ് എല്ലാവരും മാറിക്കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഈ കുറേ സമയം, അതായത് 1 മണിക്കൂർ സമയമൊക്കെ നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഈ ഭൂഗുരുത്വാകർഷണ ബലത്തിനേക്കാൾ ഓപ്പോസിറ്റിലേക്ക് രക്തപ്രവാഹം കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഒരു ഗ്രൂപ്പ് അതിൽ വരുന്നു. പിന്നെ ദീർഘനേരം ഇരുന്ന് ഓഫീസുകളിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും ഇതേ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. വേരിക്കോസ് വെയിൻ്റെ പ്രതിവിധിയായിട്ട് നമുക്കൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൂടെ നമുക്ക് വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ദീർഘമായി ഇരിക്കുന്നതും ദീർഘമായി നിൽക്കുന്നതും നമുക്ക് ഒഴിവാക്കാം. സാധാരണ ടീച്ചേഴ്സൊക്കെ ഒരുപാട് നിന്ന് ക്ലാസ് എടുക്കുന്നതിനേക്കാൾ നടന്ന് ക്ലാസ് എടുക്കുന്നതിലേക്ക്, പിന്നെ ദീർഘനേരം ഇരിക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമ്മൾ മൂവ് ചെയ്യണം. അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പൊസിഷൻസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വേണം നമ്മളുടെ ജോലി കണ്ടിന്യൂ ചെയ്യാനായിട്ട്. പിന്നെ ഫുട്ട് എൻഡ് എലിവേറ്റ് ചെയ്ത് നമുക്ക് കിടക്കാം. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം.
സാധാരണ തിളപ്പിച്ചാറിയ തണുത്ത വെള്ളം നമുക്ക് കുടിക്കാം. ചൂടുവെള്ളം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല വെരിക്കോസ് വെയിൻ്റെ കാര്യത്തിൽ. കാരണം ഈ രക്തക്കൊഴലുകൾ ഒന്നുകൂടി ഫ്ലോ കറക്റ്റ് ചെയ്യാനായിട്ട് സാധാരണ തണുത്ത വെള്ളമാണ് നമുക്ക് ഉപയോഗിക്കാവുന്നത്. ഇങ്ങനെയുള്ള ദിനചര്യകളിലുള്ള വ്യത്യാസങ്ങൾ, ഭക്ഷണത്തിലുള്ള വ്യത്യാസങ്ങൾ, നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള മോഡിഫിക്കേഷൻസ്, ഇതെല്ലാം വെരിക്കോസ് വെയിന് നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കൽ ഫോം ചെയ്ത ഈ വെരിക്കോസ് വെയിൻ്റെ ഈ വെയിൻസ് നമുക്കത് കംപ്ലീറ്റ് അത് പോവില്ല, പുതുതായിട്ട് വരാതിരിക്കാൻ നമുക്ക് സഹായിക്കും, നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഒപ്പം അതിൻ്റെ കോംപ്ലിക്കേഷൻസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ നമുക്ക് ഈ ദിനചര്യയും ഭക്ഷണ രീതിയും മെഡിസിൻസും എല്ലാം നമ്മളെ സഹായിക്കും. അപ്പം അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന ഈ അസുഖത്തെ പരിഹരിക്കാനും അതിന് പ്രതിവിധി നേടാനും നമുക്കങ്ങനെ സാധിക്കും.